2020 ആപ്പിളിൻ്റെ സ്വന്തം സിൽക്കണായിട്ടുള്ള M1 ആപ്പിളിൻ്റെ മാക് ലൈനപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് നമ്മൾ ആ ഒരു മാറ്റം കണ്ടത് ആപ്പിളിൻ്റെ 13 ഇഞ്ച് ആയിട്ടുള്ള മാക്ബുക്ക് എയറിലും പ്രോയിലുമായിരുന്നു. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത വർഷം 2021 ആപ്പിൾ ഈ പറഞ്ഞ M1ൻ്റെ അപ്ഗ്രേഡഡ് അല്ലെങ്കിൽ അഡ്വാൻസ് ചിപ്പുകളായിട്ടുള്ള M1 Pro, M1 Ultra ആൻഡ് M1 Max ചിപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു ഇവൻറ്റിൽ വെച്ചാണ് മാക് ലൈനപ്പിൽ കംപ്ലീറ്റ്ലി ഒരു റീഡിസൈൻ അല്ലെങ്കിൽ പുതിയൊരു മാറ്റം ആപ്പിൾ കൊണ്ടുവന്നത്. അത് 14 ഇഞ്ച് 16 ഇഞ്ച് മാക്ബുക്ക് പ്രോയിലൂടെ ആയിരുന്നു. സോ അന്ന് മുതൽ ഈ ഒരു ട്രൂ പ്രോ എക്സ്പീരിയൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 14 ഇഞ്ച് അല്ലെങ്കിൽ 16 ഇഞ്ച് ലൈനപ്പിൽ ഏതെങ്കിലും ഒരെണ്ണം സ്വന്തമാക്കണം എന്നുള്ളൊരാഗ്രഹം. സോ ഫൈനലി വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് നമ്മളും ദ 14 ഇഞ്ച് മാക്ബുക്ക് പ്രോ M2 സ്വന്തമാക്കിയേക്കുവാണ്. ഇതെന്ന് പറയുന്നത് M2 പ്രോയുടെ ബേസ് മോഡലാണ്. 16+512, അതായത് 16 GB റാം, 512 GB മെമ്മറി. അപ്പം ഇതിൻ്റെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അൺബോക്സിങ്ങും ഇനീഷ്യൽ ഇംപ്രഷനും ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ 14 ഇഞ്ച് മാക്ബുക്ക് പ്രോ. ഇതതിൻ്റെ പാക്കേജിംഗ് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അതിൻ്റെ ഇമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള ആപ്പിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അഡ്രസ്സ്, അതോടൊപ്പം തന്നെ ഡയമെൻഷൻ, ഇതിൻ്റെ പ്രൈസ്, ഇയർ ഓഫ് മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സൈഡിലാണ് കൊടുത്തേക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്. ഇവിടെ അതിൻ്റെ സീരിയൽ നമ്പർ, പാർട്ട് നമ്പർ, പ്രൊസസ്സർ ആൻഡ് GPU കോർ കൗണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം 16 GB 512 ആണ്. ഇനി ഇത് ഓപ്പൺ ചെയ്തപ്പം എത്ര പേര് ഈ കാര്യം ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ യൂഷ്വലി ഒരു ആപ്പിൾ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്ലാസ്റ്റിക് കോട്ടിങ് അല്ലെങ്കിൽ റാപ്പിംഗ് കാണും, അതോടൊപ്പം തന്നെ നമുക്കൊരു പുൾ ടാബും കാണും. ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടില്ല. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത ഈ ഒരു മാക്ക് എന്ന് പറയുന്നത് ഒരു അൺസീൽഡ് ബോക്സ് ആണ്. അതായത് ഓപ്പൺ ചെയ്ത ഒരു ബോക്സ് ആയിട്ടുള്ള മാക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് യൂസ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടുണ്ടായ ഒരു ഗുണം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 2 lakhs കൊടുക്കേണ്ട സ്ഥലത്ത് ഞാൻ വെറും 1.5 lakhs മാത്രമേ കൊടുത്തുള്ളൂ. ആ ഒരു വലിയൊരു പ്രൈസ് ഡിഫറൻസിൽ നമുക്ക് ഈ ഒരു മാക്ക് പർച്ചേസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി ബോക്സിനകത്ത് നമുക്ക് കാണാം ഫസ്റ്റ് നമ്മുടെ മാക്ക് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കത് യൂഷ്വലി ഒരു മാക്കൊക്കെ എങ്ങനെയാണോ അൺബോക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ പുള്ളി ചെയ്തെടുക്കാം. പിന്നെ ഉള്ളത് ഇതിനകത്ത് നമ്മളുടെ കേബിളാണ്. ഇത് ആപ്പിളിൻ്റെ കേബിളാണ്. നമുക്കറിയാം USB Type-C ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കേബിൾ. അതിനുശേഷം മാക്സേഫ് ചാർജിങ് ആപ്പിൾ തിരികെ കൊണ്ടുവന്നു. ഇത് സെക്കൻഡ് ജനറേഷൻ ആപ്പിളിൻ്റെ മാക്സേഫ് ആണ്. അതിൻ്റെ കേബിൾ ബ്രൈഡഡ് കേബിളാണ്. അതോടൊപ്പം തന്നെ എൻ്റെ എൻഡിൽ USB Type-C ഉണ്ട്. ഇത് നമുക്ക് അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി മിച്ചമുള്ള 3 പോർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് 14 ഇഞ്ച് 16 ഇഞ്ച് മോഡലിൽ നമുക്ക് വരുന്നത് 3 USB Type-C പോർട്ടാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ മാക്സേഫ് ചാർജിങ് പോർട്ടും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്കി 3 പോർട്ടുകളും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീടുള്ളത് നമ്മുടെ യൂഷ്വൽ കാര്യം, പാംഫ്ലിപ്പ് ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. അതിനകത്ത് നമ്മുടെ വാറണ്ടി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ രസകരമായിട്ടുള്ള കാര്യമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് ഇതിനകത്ത് വരുന്ന സ്റ്റിക്കേഴ്സ് ഈ കാണുന്ന പോലെ ബ്ലാക്ക് കളർ സ്റ്റിക്കേഴ്സാണ്. ആപ്പിൾ ലോഗോ എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ സ്റ്റിക്കേഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയത് സ്പേസ് ഗ്രേ വേർഷനാണ്. അതുകൊണ്ടാണ് നമുക്ക് ബ്ലാക്ക് കളർ സ്റ്റിക്കേഴ്സ് ലഭിച്ചത്. പിന്നീടുള്ള നമ്മുടെ ചാർജിങ് ബ്രിക്കാണ്. ഇത് 67 വോട്ടിൻ്റെ ചാർജിങ് ബ്രിക്കാണ്. യൂഷ്വലി നമ്മൾ കാണുന്ന 13 എയറിലും 13 മാക്ബുക്ക് പ്രോയിലും ഒക്കെ 30 വോട്ടിൻ്റെ പവർ ബ്രിക്കാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ പവർ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ 67 വോട്ടിൻ്റെ പവർ ബ്രിക്കാണ് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ 96 വോട്ടിൻ്റെ ഒരു പവർ ബ്രിക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 67 ആണോ അതോ 96 ആണോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്നത്. അപ്പം നമുക്ക് വേണ്ടത് അത്യാവശ്യമായിട്ടുള്ള നമ്മളുടെ ഈ ഒരു അഡാപ്റ്ററും അതോടൊപ്പം തന്നെ നമ്മുടെ ചാർജിങ് കേബിളുമാണ്. അത് രണ്ടും മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ ആക്ച്വൽ ഡിവൈസിലേക്ക് പോകാം. ജസ്റ്റ് ആ റാപ്പിംഗ് ഒന്ന് ബാക്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ യൂഷ്വലുള്ള മാക്കുകളിൽ നമുക്കിങ്ങനെ എഴുത്തോ കാര്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷേ 16 ഇഞ്ച് 14 ഇഞ്ച് മാക്ബുക്ക് പ്രോയിൽ നമുക്കിങ്ങനെ മാക്ബുക്ക് പ്രോ എന്നുള്ള എഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. 8 സ്ക്രൂകളാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത്രയും വലിയ ബുഷും കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഇതാണ് നോർമൽ. പക്ഷേ ആ ഒരു എഡ്ജ് ബോക്സി ഡിസൈൻ നമുക്ക് അവിടെ പ്രകടമായിട്ട് തന്നെ കാണാൻ സാധിക്കും. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ സൈഡ്സിൽ നമുക്ക് കാണാം എത്ര തിക്കറാണ് നമ്മുടെ മാക്ബുക്ക് പ്രോ എന്നുള്ളത്. 16 ഇഞ്ച് 14 ഇഞ്ച് മാക്ബുക്ക് പ്രോ ഇത്രയും തിക്കറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ബാറ്ററിയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിവൈസ് ആയതുകൊണ്ട് എയർ വെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പം അതിന് നല്ല എയർ സ്പേസ് അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ അഡീഷൻ ഓഫ് പോർട്ടുകൾ നമുക്ക് യൂഷ്വലുള്ള മാക്കിനേക്കാൾ കൂടുതൽ പോർട്ടുകളാണ് ഇതിൽ വരുന്നത്. ഒന്നാമത്തെ പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ മാക്സേഫ് സെക്കൻഡ് ജനറേഷൻ മാക്സേഫ് പോർട്ട്. 2 തണ്ടർബോൾട്ട് USB Type-C പോർട്ട്. പിന്നെ സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള ഹെഡ്ഫോണുകളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹൈ ഇംപിഡൻസ് ഹെഡ്ഫോൺ ജാക്കാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ കാണുന്ന എയർ വെൻ്റാണ്.
ആണ്. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇവിടെയും ഒരു എയർ വെന്റ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ പോർട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ SD കാർഡ് റീഡർ, രണ്ടാമത് ടൈപ്പ് സി തണ്ടർബോൾട്ട് പോർട്ട്, മൂന്നാമത് ഡെഡിക്കേറ്റഡ് HDMI പോർട്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള അകത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. സൈഡിൽ 2 വലിയ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ള ഈ ഒരു പ്രത്യേകം നമ്മൾ എടുത്ത് ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ കീബോർഡ് ലേഔട്ടും അതിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമാണ്. കംപ്ലീറ്റ്ലി ബ്ലാക്ക്ഡ് ആയിട്ടുള്ള ഒരു ലേഔട്ടാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ രസകരമായിട്ട് തോന്നും. നമുക്ക് കുറച്ച് എന്താ പറയുന്നത്, ഒരു പ്രോ ലുക്ക് അല്ലെങ്കിൽ വേറൊരു ഫീല് തന്നെയാണ് ഈ രീതിയിൽ നമ്മുടെ കീബോർഡ് ലേഔട്ട് കാണുമ്പം. പിന്നെ നമുക്കിവിടെ ടച്ച് ID, ഡെഡിക്കേറ്റഡ് ടച്ച് ID കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാ M1 മാക്കുകളിലും വരുന്നതാണ്. പിന്നീട് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ മിനി LED ഡിസ്പ്ലേ ആണ്. യൂഷ്വലി നമ്മൾ കാണുന്ന LCD ഡിസ്പ്ലേ ആണ് മാക്കിൽ, പക്ഷേ ഇത് മിനി LED, അതായത് നമ്മുടെ iPad Proയിൽ വരുന്ന സെയിം ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലാക്സ് ഒക്കെ പക്കാ ബ്ലാക്സ് ആണ്. അതായത് OLED പാനൽസുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കളർ റീപ്രൊഡക്ഷൻ ആണ് ഈ ഒരു ഡിസ്പ്ലേ തരുന്നത്. അതുകൊണ്ട് OLED പാനലല്ല, പക്ഷേ മിനി LED ആണ്. അതിനേക്കാളും കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ iPhone 13 Pro 14 Proയിലും അതോടൊപ്പം iPad Proയിലും ഒക്കെ വരുന്ന പോലെ തന്നെ 120 Hz റീഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേയും കൂടെയാണ് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബട്ടർ സ്മൂത്ത് ആയിരിക്കും നമ്മൾ ഇതിൽ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇനി നമ്മുടെ ഡിവൈസ് സെറ്റപ്പ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. കൺട്രി റീജിയൻ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്തു, കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെയാണ് നമുക്ക് മൈഗ്രേഷൻ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചോദിക്കും. അതായത് നമുക്ക് പ്രീവിയസ്ലി ഒരു മാക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്തുള്ള ഡേറ്റ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ, അതിന് നമുക്ക് ടൈം മെഷീൻ ബാക്കപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതിൽ നിന്ന് നമ്മുടെ ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതല്ല നമുക്കൊരു വിൻഡോസ് PC ആണ്, അതിൽ നിന്ന് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നോട്ട് നൗ ആണ് കൊടുക്കുന്നത്. താഴെ നമുക്ക് നോട്ട് നൗ ഓപ്ഷൻ ഉണ്ട്. നോട്ട് നൗ കൊടുത്തു. ആപ്പിൾ ID നമുക്ക് എൻ്റർ ചെയ്യാം, നമ്മുടെ ഐഫോണിലൊക്കെ എൻ്റർ ചെയ്ത് സൈനപ്പ് ചെയ്യുന്ന പോലെ. ഇനി നമുക്ക് ടച്ച് ID സെറ്റപ്പ് ചെയ്യാനാണ്. അപ്പം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ ഫിംഗർ വെക്കുക, ടച്ച് ID രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ട് സെറ്റപ്പ് ചെയ്യുക. ആൻഡ് ഫൈനലി നമ്മുടെ മാക്ക് സെറ്റപ്പ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ നോച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നോച്ച്, ആ ഒരു നോച്ച് അവിടെ കാണാം. ആ ഒരു നോച്ച് അങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ ഒരു മാക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് ഈ ട്രാക്ക് പാഡിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് ട്രാക്ക് പാഡ് എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഈ ടാപ്പ് ടു ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യും. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ട്രാക്ക് പാഡ് ക്ലിക്ക് ചെയ്യേണ്ട, ഫിസിക്കലി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ നമുക്ക് ഓരോ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അത് ഇച്ചിരി ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ടാണ് ഞാനത് എനേബിൾ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറേയധികം സെറ്റിംഗ്സും ഫംഗ്ഷനാലിറ്റിയും ഫീച്ചേഴ്സൊക്കെ ഉണ്ട് മാക്കിൽ. തീർച്ചയായിട്ടും നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ ഞാൻ ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസിനെ മാത്രം നോക്കിയിട്ടാണ്. കാരണം പ്രീവിയസ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന M1 അതത്ര മോശമൊന്നുമില്ല. അത് MacBook Air ആയിരുന്നു. അതിനകത്ത് ഫാൻ പോലും ഇല്ല. എന്നിട്ട് ഞാൻ വീഡിയോസൊക്കെ അതിൽ അത്യാവശ്യം എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ 256 GB സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പം ഈ ക്യാഷ് ഫയൽസ് കാര്യങ്ങളൊക്കെ വരുമ്പം അത് അതിനകത്ത് കീപ്പ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് SSD കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 256 വളരെ പെട്ടെന്ന് തന്നെ ഫില്ലാവും. ഇത് 512 നമുക്ക് വലിയ കുഴപ്പമില്ല. നമ്മൾ ശ്രദ്ധിച്ച് കാര്യം നോക്കി കണ്ടൊക്കെ ചെയ്താൽ വലിയ കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എഡിറ്റിംഗ് ഞാൻ മൊത്തം ചെയ്യാൻ പോകുന്നത് SSD തന്നെ ആയിരിക്കും. അതോടൊപ്പം എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവൻ പുലിയാണ്. 16 GB RAM M2 Pro എന്ന് പറയുന്നത് പുലിയാണ്. കാരണം ഗ്രാഫിക്സ് ഇംപ്രൂവ്മെൻറ്റ്സ് നമുക്ക് M1 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 കോറാണ് അഡീഷണൽ വന്നിരിക്കുന്നത്. അത് CPU-യിലായാലും അതോടൊപ്പം GPU-യിലായാലും. സോ ആ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും നമുക്ക് പ്രകടമാകും. പിന്നെയുള്ള ഒരു ഡൗൺ സൈഡ് M1 Pro-യുമായിട്ട് നോക്കുമ്പം ഇതിൻ്റെ SSD 512 GB എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആണ്. അതായത് ഒറ്റ സിംഗിൾ SSD ചിപ്പാണ്. പക്ഷേ നേരത്തെ പ്രീവിയസിൽ ഉണ്ടായിരുന്ന M1 Proയിലൊക്കെ നമുക്കത് ഡബിൾ ചിപ്പായിരുന്നു. അതായത് 256-ൻ്റെ 2 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് കൂടുതലായിരുന്നു. പക്ഷേ ഇതിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് M1 Proയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ M2 Pro എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു പ്രോബ്ലം നമ്മുടെ പ്രൊസസ്സർ കോറിലും GPU കോറിലും അവർ മാനേജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് അത്ര വലിയ പ്രോബ്ലമായിട്ട് ലോങ് ടേമിലേക്ക് പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 2 lakhs സാധനം 1.5 lakhs ഈ ഒരു ഓപ്പൺ ബോക്സ് ആയതുകൊണ്ട് മാത്രം ലഭിച്ചു. സോ ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഒറ്റ പോയിന്റ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. സോ അതിന് ഈ ഒരു ഡിവൈസ് വർത്താണ് തീർച്ചയായിട്ടും. സോ ഇതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ കുറച്ച് ദിവസങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം മാക് യൂസേഴ്സിന് വേണ്ട ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. താമസിക്കാതെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, അതോടൊപ്പം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഈസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.